പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഈസ്റ്റി പ്രസൻസ് കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ്. ഇന്നത്തെ കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ് ഇവിടെ ആരംഭിക്കുകയാണ്. அந்த பயலின் காலை உடைச்சு கூட்டில் அடைச்சு கூவச்சொல்லுக்குது உலகம். அது எப்படி பாடுமையா, அது எப்படி ஆடுமையா. நீ என்னடா சங்கீதம் ஆலபிக்கிறது? நீ யார எஸ்பிபி அதான் மனாவா? அல்ல ஐயா, அந்த பையனை தெருக்கு பிடிச்சு அவன் கால் ஒடிச்சிட்டு வாடா. சரி ஐயா. ഹലോ ആരാ? கூப்பிடுவார். കൂവപ്പൊടിയൊന്നും ഇവിടെ വേണ്ട. கூவப்படி வேண்டாம், கோபப்படுவார். இது யாரெന്ന് தெரியுமா? കൂടെ വരുന്ന നിങ്ങൾക്ക് അറിയില്ല, പിന്നെ എനിക്ക് എങ്ങനെ അറിയാം? ஐயோ, ஒரு கிராமத்துக்கு பெரிய தலைவேദനடா. ഒരു ഗ്രാമത്തിൽ ഫുൾ തലവേദനയുള്ള ആളിനെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്? അയ്യോ അങ്ങനെയല്ല, പിന്നെ അണ്ണ തലൈ വെട്ടുന്നത് തൊഴിലാക്കിയവൻ. ഓ, ബാർബറായിരുന്നു. വ്യത്യസ്തനാമൊരു ബാർബറാംബാലനെ സത്യത്തിലാരും ബാർബറല്ലേ? പിന്നെ അതായത് കാശ് മേടിച്ചിട്ട് കയ്യും കാലും വെട്ടിയെടുക്കുന്ന കൊട്ടേഷൻ ടീമില്ലേ, പെരിയ കൊട്ടേഷൻ ആണ്. കൊട്ടേഷൻ അണ്ണന് ഹോബിയാണ്, ഹോബി. അത് ശരി. വേറെ എന്തൊക്കെയുണ്ട് ഹോബി? വേറെ ഹോബി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പച്ചമാങ്ങ ഉപ്പിലിട്ട് തിന്നും, പിന്നെ ഡെസ്കലടിച്ച് പാട്ട് പാടും, പിന്നെ വട്ട് സോഡ പൊട്ടിച്ച് കളിക്കും. അങ്ങനെ ഒരുപാട് ഹോബിയുള്ള ആളാണ് പുള്ളി. എന്നെ അയ്യ എതുക്കന്നെ? നീ ഇവിടെ ഇന്റർവ്യൂവിന് വന്നതാണോ അതോ ഇവിടെ കൊട്ടേഷന് വന്നതാണോ? നൊട്ടേഷന്. நொட்டேஷன் അല്ല കൊട്ടേഷൻ. யாருன்னு தெரியுமா? ഇല്ല, നിങ്ങൾ ആരാന്ന് പറയും. நான் பெரிய பொறுக்கி. പൊറുക്കി. என் பேர் வேதநாயகம். വേദനായകം. வேதநாயகம்னா பயம். காட்டில் இருக்கின்ற சிங்கம். അല്ല, സിംഗമൊക്കെ കാട്ടിലിരിക്കുന്ന ആളൊക്കെ ഇവിടെ എന്തിനാ വന്ന്? ഒരാളുടെ കാല് തല്ലി ഓടിക്കണം, ഒരു വിരൽ ഓടിക്കണം. അല്ല, കാലും വരല്ലോ, അതെന്താ? അതായത് തന്ന കാശ് ശരിക്കും കാല് രണ്ടും തല്ലി ഓടിക്കാനുള്ളൂ. പിന്നെ അണ്ണന്റെ ഒരു ഓഫർ, ഒരു വിരൽ കൂടി അയാളെ ഒഴിച്ചു കൊടുക്കും. ഓണം വിഷു അത് ശരി, ഓഫർ കൊടുക്കും. ഇവിടെ ആരെ തിരക്കാൻ വന്നേ? அந்த பயல் இந்த இடத்துல இருக்கதாய்க்கு எனக்கு இன்ஃபர்மேഷൻ கிடைச்சாச்சு. ആമാ. ഇവിടെയോ? ഇവിടെ അങ്ങനെ കൊട്ടേഷൻ കൊടുക്കാൻ മാത്രം അത്ര അക്രമികളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഉണ്ട്. ആരെ? அந்த போட்டோ எடுத்து பாருங்க. ഫോട്ടോ நல்லா பாருங்க. இதுக்கு என்னையല്ല, അങ്ങനെ കാണിക്കാൻ. சரி, நீங்க பாருங்க. സുരാജേട്ടനല്ലേ? എനിക്ക് പരിചയമില്ല. ഇത് നമുക്ക് ആർക്കും പരിചയമില്ല. നിങ്ങൾ അപ്പുറത്ത് അങ്ങനെ കൊണ്ടുപോയി ചോദിക്കും. നീ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇയാളിനെ അറിയുമെന്ന് നീ ചോദിച്ചു നോക്കാം. சரி அண்ணா. ഫോട്ടോ കണ്ടാൽ തന്നെ தெரியுமா? അതെ, ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം. ഒരു പഞ്ചപാവാന്ന് തോന്നുന്നു. தெரியாதா? പഞ്ചഭയമല്ല, കൊടും ഭീകരൻ. അതെ അതെ, കറക്റ്റ്. പക്കാ ഫ്രോഡ്. അതെ, എവിടെ കണ്ടാലും കയ്യും കാലും തല്ലി ഓടിച്ചേക്കണം. വളരെ നല്ല തീരുമാനം. അല്ല, അങ്ങനെയൊക്കെ ചെയ്യണോ? അങ്ങനെ ചെയ്യണം. അത് മാത്രമല്ല, കയ്യും കാലും തല്ലി ഉടച്ചിട്ട് പ്ലെയർ എടുത്ത് നഖം വലിച്ചു. ചെയ്ത് കഴിഞ്ഞാൽ വേദന എടുക്കൂല. വേദന എടുക്കണമെന്നല്ലോ, അത്രയ്ക്ക് കൊടും ഭീകരനാണ്. ആണോ? ഇത് ആരായി കൊട്ടേഷൻ തന്നത്? കൊട്ടേഷൻ തന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനുമാണ്. ഭാര്യയും മകനും? അതെ. അതെന്തിനായിരുന്നു? അദ്ദേഹത്തിന് വീട്ടിൽ കിട്ടുന്നില്ല. കയ്യും കാലും തല്ലി ഒടിച്ച് വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു 10 ദിവസം അവിടെ കിടന്നോളുമല്ലോ. അങ്ങനെ പറഞ്ഞു. ഈ പുള്ളി വീട്ടിൽ ചെല്ലുന്നില്ല. ഇങ്ങനെ നടക്കുവോ? ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു കൊട്ടേഷന്. ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചേ. ആണോ? നോക്കടാ, இந்த பையന്റെ മനസ്സ് ரொம்ப നല്ല മനസ്സ്. എവിടെ കണ്ടാലും എന്നെ അപ്പൊ വിളിച്ചറിയിക്കണം. ഞാൻ വിളിച്ചറിയിക്കാം. പോട്ടെ കണ്ണാ, പോട്ടെ കണ്ണാ. അപ്പൊ എവിടെ കണ്ടാലും അപ്പൊ എന്നെ ഇൻഫർമേഷൻ തരണം. ഓക്കെ. இந்த போட்டோ உള്ളതുകൊണ്ട് അണ്ണ ആളെ പിടിച്ചിരിക്കും. ഒരുത്തന്റെ കണ്ണ് കണ്ടാ മതി, അവനെ അപ്പൊ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റും. എവിടെ
മഹാഭാവി എവിടെടാ വിളിച്ചിരിക്കുന്നത്? അറിയില്ല. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ഈ കൊട്ടേഷൻ അവിടെ നിൽക്കട്ടെ. വേറൊരു കൊട്ടേഷനായിട്ട് ഞാൻ ഒരാളെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങി സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് അതിരൻ. അതിരൻ എന്ന സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം, സന്തോഷത്തോടെ, ഹർഷാരവത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലെന. നമസ്തേ ലെന. നമസ്തേ. സുഖമായിട്ടിരിക്കുന്നു? സുഖം. കാണുമ്പോ ഓരോരോ അപ്പിയറൻസിലാണ് ലെനെ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇവിടെ വെച്ച് ഈ അപ്പിയറൻസ് ആണെങ്കിൽ പുറത്തിറങ്ങിയ വേറൊരിതാ. ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ വേറെ അപ്പിയറൻസ്. മുടി വെട്ട്, മുട്ടയടിക്കും, എനിക്ക് വയ്യ മുടി വളർത്തും. ചിലപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഫുൾ അങ്ങ് പഠിച്ചേക്കാം. പഠിച്ച് ആർക്കെങ്കിലും ദാനം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. ഇടയ്ക്ക് ടാറ്റു ചെയ്യും. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? പുതിയ വിശേഷം, ഞാൻ അതിരന്റെ റിലീസിന് ശേഷം ഭയങ്കര ത്രില്ഡ് ആണ്. നമ്മൾ ഇത്രയും കൊല്ലം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലേ, ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും ഞാൻ ചെയ്യുമെന്ന് വിചാരിക്കുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ, ഇത് ഞാൻ തന്നെ ഈ കഥാപാത്രം എനിക്ക് ചെയ്യാനുള്ളതാണോ എന്നൊക്കെ വിചാരിച്ചു പോയി ആദ്യം വിളിച്ചപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ റിലീസായി അതിന് വളരെ നല്ല റിവ്യൂസ് കിട്ടുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ടല്ലോ. ഒരു സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട് ഞാൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ലാത്തതാണ്. അല്ല അപ്പോ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഫാക്ടർ ഉണ്ടല്ലോ, എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കംഫർട്ട് ഉണ്ട്. അതെ, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെ ഡ്രസ്സിങ്സ് സമീറയാണ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത്, സമീറ സനീഷ്. അപ്പോൾ കോസ്റ്റ്യൂംസ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് പടത്തിൽ ഇട്ടിട്ടില്ല. പിന്നെ ഞാനിത് കാണും. എല്ലാം കൊണ്ടും ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ലെന ഇത്രയും ഹാപ്പി ആണെങ്കിൽ അത് ഒന്നുമില്ലാതെ അങ്ങനെ ഹാപ്പി ആയിട്ട് നമുക്ക് മുഖത്ത് പ്രതിഫലിക്കില്ല. ഇത് എന്തോ ഉഗ്രൻ ഒരു പരിപാടിയാണ് അതിരൻ എന്ന സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളെല്ലാവരും അതിരൻ കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ ചെന്ന് അതിരൻ കാണുക. ഇനി 2 അതിഥികളും കൂടെ ഇങ്ങോട്ട് എത്താനുണ്ട്. അത് കുറച്ച് സമയത്തേക്ക് ലെനയ്ക്ക് ഈ സീറ്റിലേക്ക്. വളരെ സന്തോഷം. ഞാൻ 2 ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു. അത് ആരാന്നറിയണ്ടല്ലോ എനിക്ക്? അറിയണം. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ഒരു ഗായികയും ഒരു ആക്ട്രസുമാണ്. ഉയരെ എന്ന സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കുവാനാണ് അവരെത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയ ഗായിക സിതാരയും അതുപോലെ തന്നെ നായിക അനാർക്കലിയെയും നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവീഞ്ഞിൻ ശലഭം വരവായി അടടപയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുകാം ഒരു കുറിവാ. ആഹാ, തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്ന് മുത്തു മുത്തുമിട്ടതാരാണേ, കണ്ണു കണ്ണെറിഞ്ഞ് കാത്തു കാത്ത കനി കെട്ടിടുത്ത കള്ളക്കാമുകനെ. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്. വീരയുടെ വിശേഷം പറയൂ അനാർക്കലി. അനാർക്കലി സപ്പോർട്ടിങ്
പാർവതിയുടെ ഫ്രണ്ടായിട്ട് ഫ്രണ്ട് പാർവതിയാണ് നായിക ചിത്രത്തിലെ. പാർവതി, ആസിഫ് അലി, തുവീനു എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ബോബി സഞ്ജയുടെ തിരക്കഥയാണ്. അതെ. മനു അശോക് സംവിധാനം. പറയൂ ഉയരയുടെ വിശേഷം. ആദ്യമായിട്ടാണ് സിനിമയുടെ പ്രൊമോഷൻ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗർ, ഒരു ഗായിക ആദ്യമായിട്ടാണ് വരുന്നത്. ഉയരയുടെ ഒരു ഭാഗമാണ് സുരാജേട്ടൻ. ഞാനും അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. വിജയശ്വാസും ഞാനും കൂടി. ശ്രീ ഗോപി സുന്ദറാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. എഴുതിയിരിക്കുന്ന ശ്രീ റഫീഖ് അഹമ്മദ്. ഗോപി ഇവിടെ ഉണ്ട്. ഗോപി സരിഗമപ്പ ഗംഭീര അഭിപ്രായമാണല്ലോ. എന്താ അതിനെ കുറിച്ച് പറയാനുള്ള സിതാര? നീ അറിഞ്ഞ ഞാൻ പെട്ടു. റിവ്യൂ അറിയാൻ വേണ്ടി അല്ലല്ല, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഉഗ്രം പ്രോഗ്രാമാണ്. സി കേരളത്തിന്റെ നമ്മുടെ ചാനലിലെ പരിപാടി ആയതുകൊണ്ടല്ല, നല്ല പരിപാടി. പറയും ഇല്ല, സിതാര പറയണം. സിതാര പറയുന്നതാണ് അതിന്റെ ഒരു ഐശ്വര്യം. എങ്ങനെയുണ്ട് സരിഗമപ്പ? അവരെല്ലാരും നല്ല ആളുകളല്ലേ. പ്രോഗ്രാം എങ്ങനെയുണ്ട് സരിഗമപ്പ? ചിരിയോ ചെമ്പകപ്പൂവിതളല്ല, കാണാനിവളോ അമ്പിളിപ്പൊൻ കതിരല്ല. എന്താടോ ഒരു ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി പറ സരിഗമപ്പ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഷോ ആണ് അത്. അതിന്റെ എല്ലാ ഫോർമാറ്റിലുള്ളതും എല്ലാ സ്ഥലത്തുള്ളതും കാണുന്നതാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലാവരും. ഇവിടെയുള്ള ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. അതുകൊണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നോട് പറയലാണ് പ്രധാന ഹോബി. ഒരുപാട് പേരുണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ആ ഗ്രൂപ്പിൽ. അനാർക്കലി കണ്ടില്ലേ? ഇപ്പൊ അനാർക്കലി നല്ല സിംഗർ ആണ്. അതുപോലെ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു, എന്നാ നീ പോകട്ടെ. കുഴപ്പമില്ല, പറഞ്ഞോ. അതെ, ആരാണേലും പറഞ്ഞാൽ മതി. പറഞ്ഞോ അനാർക്കലിയെ കുറിച്ച് പറയാം. അനാർക്കലി നല്ല സിംഗർ ആണ്. അപ്പൊ നമുക്ക് വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ രണ്ട് സിംഗേഴ്സിനെ ഒരുമിച്ച് സ്റ്റേജിൽ. റീസെന്റ് കേട്ടു അനാർക്കലി പാടിയ പാട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടും. വൈറലായ ഒരു പാട്ടുണ്ടല്ലോ, ഒരു കവിത, സഖാവ്. അത് രണ്ട് അത് 4 വരി പാടി ഉറപ്പിച്ചതാണ് ഞാൻ പാടും. ഇലക്ഷൻ ടൈമല്ലേ, പാടിക്കും. നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കേ ജയിലിലാണോ? നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കേ ജയിലിലാണോ? ഹലോ, നിങ്ങൾ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ വന്ന ആളാണെങ്കിൽ അവിടെ ഇരുന്നോളൂ. ഓഡിയൻസ് ആണ്, പക്ഷേ വെറും ഓഡിയൻസ് അല്ല, പിന്നെ ഒളിച്ചോഡിയൻസ്. അതെ, ഞാൻ ഇവളെയും കൊണ്ട് ഒളിച്ചോടി വരും ഞങ്ങൾ രണ്ടുപേരും. ഓ അത് ശരി. ഇതേതാ ഈ കുട്ടി? ഇത് എൻ്റെ മൂത്ത അമ്മായി, ഞാൻ ഇവക്കടെ ഏറ്റള അമ്മാവ്. ഞാൻ ഒളിച്ചോടി പോരുവാന്നല്ലേ പറഞ്ഞേ, പിന്നെ ഇതാരാന്ന് ചോദിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, അത് മനസ്സിലായി. ഈ കുട്ടി എവിടത്തെയാന്ന്? കന്യാകുമാരിയിലെ ഇവക്കടെ വീട് ആണോ? നമുക്ക് ഇവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ട്, ഇവരെ അങ്ങോട്ട് ഇരുത്തിക്കോട്ടെ. നമ്മൾ സെറ്റിൽ ചെയ്തോളാം. ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചോണ്ട് വരാം. തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്നാ? തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചോണ്ട് വരിക. എന്നിട്ട് എന്താ വിശേഷം? ഞാൻ ഈ ടാറിങ്ങിന്റെ പരിപാടി ഉണ്ട് എനിക്ക്. ടാറിങ്ങിന്റെ പണിയോ? അയ്യോ, ടാറിങ്ങിന്റെ പരിപാടി അറിയില്ല സുരാജേ. ഒരു 10 വർഷം ബാക്കിലേക്ക് പോണം. മോഹനമേശ്വരി ആണല്ലേ, അതറിയാലേ. ഞാൻ ഇവരുടെ വീടിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ടാറിങ്ങിന്റെ പരിപാടിക്ക് ഞാനങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പരവേശം. ഞാനപ്പോ ഇവളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഹലോ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പം ഇവളിങ്ങനെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരി തരാന്ന് പറഞ്ഞു ഇവൾ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നു. ഞാൻ ആ വെള്ളം കുടിച്ച് വെള്ളം തൊണ്ടേന്ന് ഇറങ്ങണേക്ക് മുമ്പ് ഇവൾ എൻ്റെ കൂടെ ഇറങ്ങി പോകുന്നു. നല്ല ബെസ്റ്റ് കുട്ടിയാണല്ലോ. എന്താ പേര്? അയ്യോ, ഇങ്ങൊന്നേ. അതെ, അടിച്ചോണ്ട് പോന കൂട്ടത്തിൽ പേര് ചോദിക്കാൻ മറന്നുപോയി. പേരെന്നാ? എൻ പേര് പുഷ്പം. പുഷ്പവല്ലി. പുഷ്പവല്ലി. പുഷ്പവല്ലി, അത് വള്ളിക്കാസാന്ന് പിന്നെ അപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞ് പോകുന്നില്ലേ? ഇതോ, ഇത് മലയാളത്തിലെ വലിയൊരു സിനിമാ നടനാണ്. അപ്പിയൊന്നും ഇവിടെ ഇരുന്ന് ഇടരുത്. അല്ല, அவங்க யார் அதுதான் கேட்டேன். ഇവങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പെരിയ നടികന്മാരില്ലേ, പെരിയ സിനിമാ നടന്മാര്.
പുതിയല്ലേ? MGR അല്ല, അതുപോലത്തെ വലിയ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ ആണ് ഇവിടുത്തെ സിനിമ സ്റ്റാർ. ആ. അപ്പപ്പാ. അത്രയും വലിയ പ്രായം അപ്പൂപ്പന്റെ പ്രായം ചെറിയ പയ്യനാ. സിനിമ സ്റ്റാർ ഞാൻ ഇതുവരെ പാക്കവേ ഇല്ല. അയ്യോ, എനിക്ക് ரொம்ப பிடிக்கும் സിനിമ സ്റ്റാർ. ഇത്രയും ബൂസ്റ്റ് ചെയ്ത് പറയണ്ടായിരുന്നു. என்ன அழகப்பா உங்களுக்கு. അയ്യോ, ഇത്രയും തഴമൊന്നുമല്ല, ഇത് മേക്കപ്പാ. ഇതൊക്കെ തൂത്തുകൾ എന്നെക്കാളും കഷ്ടാ. പോങ്കണ്ണേ പോങ്ക. പൊങ്കണ്ണാന്ന് വിളിച്ച ഒറ്റ വെട്ടിയാൻ പറ്റിയ ഇത് മേക്കപ്പ് ഒന്നുമല്ല, ഇത് ഒറിജിനൽ കളറാണ്. ഇത് ഇഞ്ചുമുള്ളും കാട്ടിന്ന് കൂമുള്ളും കാട്ടിലേക്ക് എടുത്തിയാടി അവസ്ഥയായി പോയി. അന്നേ നമുക്കൊരു ഫോട്ടോ എടുക്കലാമേ. ഫോട്ടോ ഒക്കെ ഇപ്പൊ എടുക്കണോ? ആ ഫോട്ടോ കൊച്ചിന്റെ ഒരു ആഗ്രഹമല്ലേ? അല്ല എവിടുന്നോ വിളിച്ചോണ്ട് എന്റെ ആഗ്രഹത്തിന് ഒരു വിലയില്ലേ? മോളെ ഇങ്ങ് വന്നേ. സംഭവം എന്താണെന്നറിയാമോ? കേരളത്തില് സ്വന്തം ഭർത്താവ് ജീവിച്ചിരിപ്പിക്കുമ്പോ അന്യ പുരുഷന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ കൂടാതെ, അത് പെരിയ തപ്പ്. அது இது அந்நிய புருஷன் கிடையாது. இது வந்து எனக்கு தாத்தா மாதிரி. താത്തയോ? ஆமா. ഈ താത്താന്ന് പറയുമ്പോ എത്ര വയസ്സ് വരും? ഒരു 85 വയസ്സ്. ചേട്ടാ, ഞാനിപ്പോ അനാഥനാണ്. അപ്പൊ അവളും ഞാനും അനാഥ. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടത്തി. അച്ഛന്റെ സ്ഥാനത്താ? പ്രായം കൂടി പോയെങ്കിൽ ഇളയച്ചന്റെ സ്ഥാനത്ത് നിന്ന് നടത്തി തന്നെ. ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. അല്ല, അനിയന്റെ സ്ഥാനത്ത് നിന്ന് നടത്തി തരാമോ? പിന്നെ മാത്രമല്ല, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടത്താനൊന്നും പറ്റില്ല. അത് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം, നിയമപരമായിട്ട് നടത്തണം. നിയമപരമായിട്ട് നടത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇല്ലെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. അതിപ്പോ എവിടെയാണ് ചേട്ടാ ഇതിന്റെ സ്ഥലം? അതേ ഇവിടുന്ന് ഈ സ്റ്റുഡിയോന്റെ പുറത്ത് ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും രജിസ്റ്റർ ഓഫീസ് പറയും. ആണല്ലേ? കല്യാണം കഴിക്കാൻ പോവല്ലേ? ഈ ഷർട്ട് ഇട്ടോണ്ട് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാല് ഒരു രസം ഉണ്ടാവില്ല. ഈ കോട്ട് ഇങ്ങ് തരാമോ? അയ്യോ, ഈ കോട്ട് ഇട്ട് നിങ്ങൾക്ക് ചേരത്തൊന്നുമില്ല. ഇത് കേട്ടാത്തൊന്നും പുള്ളിക്ക് ചേരുമെന്ന്. നിങ്ങൾക്ക് ഇത് ഒട്ടും ചേരുന്നില്ല. ഈ പരിപാടിയുടെ അവതാരകനാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാ. ആ കോട്ട് കാട്ടാൻ മതി. ശരിക്കും പറഞ്ഞ ഇത് കോസ്റ്റ്യൂമർ എടുത്ത് ചോദിക്കാതെ. പുള്ളിയുടെ അല്ലേ? അയ്യേ, പുള്ളിയുടെ അല്ലാന്ന്. അത് ഒരു ഓക്കെ, ഇത് എന്റെ വക ഗിഫ്റ്റ്. രണ്ടുപേരും എടുത്തു. എങ്ങനെയുണ്ട്? മൂസാസേട്ടൻ്റെ വീട്ടില്ലേ? അല്ല, ഈ കോട്ട് ഇട്ടിട്ട് ഇതിന്റെ അടിയിൽ മുണ്ടെടുക്കുന്ന ഒരു ഭംഗിയല്ലല്ലോ. അതെ. നിങ്ങളെ പാൻറ്റും കടങ്ങ് തരാമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പാൻറ്റില്ലാതെ ഇവിടെ. അവളുടെ രാവുകളിൽ സീമച്ചേച്ചി നിന്ന് അവതരിപ്പിക്കുന്നവർ അവതരിപ്പിച്ചാണല്ലോ, ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും. ഇറങ്ങി പോകുന്നോ? ഇറങ്ങി പോകുന്നുണ്ടാ? അപ്പൊ ശരി, അപ്പൊ വളരെ സന്തോഷം. അപ്പൊ ഓക്കെ, ഹാപ്പി മാരീഡ്. ആ കോട്ടും കഴിയുന്നു പോയല്ലോ. ഞാൻ 1.5 അടിച്ചിട്ട് നിനക്കിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ആ രജിസ്റ്റർ ഓഫീസിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. അതെ, എന്താ നടക്കണെന്ന് അറിയാലോ. കല്യാണ കച്ചേരി പടാമെടി കച്ചേരി കേറാനും പോരുന്നോടി. സാറേ സമയമില്ല. ആര് പറഞ്ഞു? എനിക്ക് ഒരുപാട് സമയമുണ്ട്. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞേ. എനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്. ഞാൻ സെറ്റപ്പായിട്ടാ വന്നേക്കണേ. സെറ്റപ്പാ? ഇതാണ് സെറ്റപ്പ്? ഇതല്ല സെറ്റപ്പ്. ഇത് കണ്ടില്ലേ? ഇത് ബൊക്ക മാല. ഇതാണ്ട് ഈ സെറ്റപ്പ് ഒക്കെ ആയിട്ടാ ഞാൻ വന്നേക്കണേ. അത് ശരി. അപ്പൊ മാലയും ബൊക്കെ ആയിട്ട് കുറ്റിപ്പറിച്ച് ഇറങ്ങിയൊക്കെയാണ് കല്യാണം. കുറ്റിപ്പുറത്തുനിന്നല്ല, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ. ആരുടെ എന്താ പേരെന്താണ്? പുഷ്പവല്ലി. പുഷ്പം. ഈ പുഷ്പത്തിൽ നിന്ന് തേൻ കുടിക്കാൻ നിൽക്കുന്ന ചിത്രശലഭമാണ് ഞാൻ. താൻ ചിത്രശലഭമല്ല, കരിവണ്ട്. ഒരു കാര്യം ഞാൻ കെട്ടാൻ നിൽക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ ഞാൻ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാണല്ലോ. അവരുടെ മനസ്സ് മാറി അവളെ വേറെ എല്ലാവരും കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ എന്ത് പറയും? തനിക്കിപ്പോ എന്താ വേണ്ടെന്താണ്? വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം ഞങ്ങൾക്ക്. ഇവിടെ അങ്ങനൊന്നും നടത്താൻ പറ്റൂല. ഇവിടെ രജിസ്ട്രാർ വരണം. രജിസ്ട്രാർ വന്നിട്ട് ഇവിടെ ഒപ്പിട്ടാൽ മാത്രമേ നിങ്ങളുടെ രജിസ്റ്റർ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ രജിസ്ട്രാർ അല്ലേ? ഞാൻ രജിസ്ട്രാർ അല്ല, ഞാൻ ബെഞ്ച് ക്ലർക്ക്. ഈ ബെഞ്ചളക്കാൻ വന്നവന്റെ അടുത്ത് നമ്മൾ ഇത്ര നേരം സംസാരിച്ചോണ്ട്. ഈ രജിസ്ട്രാർ എവിടെയാണ് അത് പറ. സാർ ആളൊരു ഈശ്വരഭക്തനാണ്. ഇപ്പൊ ധ്യാനത്തിന് പോയിരിക്കാണ്. അയ്യോ, ഏതൊക്കെ അമ്പലത്തിൽ പോയിട്ടാണ് വരുന്നത് ദൈവം തമ്പുരാന് പോലും അറിയൂല. എന്റെ ഈശ്വര. കൃഷ്ണ ഗുരുവായൂരപ്പ ശിവനെ ഭവാനെ മുരുകാ ഹരഹര ഓ ഹരഹര. അതെ, പളനിക്ക് പോകാൻ വേണ്ടി ഏതോ ഭക്തൻ വന്നിട്ട് നേർച്ച കൊണ്ട് കൊടുക്കും. ഒന്നും മിണ്ടല്ലോ, അതാണ് രജിസ്ട്രാർ. അയ്യോ, അയ്യോ ഭവാനെ ഭവാനെ എല്ലാരും രക്ഷിക്കണേ. ദൈവമേ, എന്റെ വേലാസ്വാമി എല്ലാരും രക്ഷിക്കണേ. എന്റെ വേല ഇങ്ങനെ ഇതാണെന്നുള്ള. അല്ല, ഇവരൊക്കെ ആരും മനസ്സിലായില്ല. കഴിക്കാൻ വന്നതാ. അയ്യോ, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. കഴിക്കണമെങ്കിൽ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയ ഒരു 3 വളവ് കഴിയുമ്പോൾ നല്ലൊരു പോറ്റി ഹോട്ടലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ തൈര് സാധനം കിട്ടും. കൊണ്ടാട്ടമുണ്ടോ?
ആ കൊണ്ടോട്ടമുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടോരോട്ടമുണ്ട്. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതല്ല സാറേ, നമ്മുടെ കല്യാണം കഴിക്കാൻ വന്നാ ഇവിടെ അങ്ങനെ ഓടിക്കയറി വന്നാൽ കല്യാണം കഴിക്കാൻ പറ്റത്തൊന്നുമില്ല. ഓടിക്കേറി വന്നാ കല്യാണം കഴിക്കാൻ പറ്റില്ല. സാറേ, ഞങ്ങളുടെ കല്യാണം നടത്തി തരണമേ. എടാ ഇങ്ങനെ തോമാജി വരുന്ന ഏതല്ലേ പറഞ്ഞത്? പിന്നെ ഇങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും കല്യാണം നടത്താൻ പറ്റില്ല. എടാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുള്ള സാറേ. ഈ നിയമത്തിന്റെ വഴിക്കേ പോകാൻ പറ്റും. നിയമത്തിന്റെ വഴിക്ക് പോയിക്കോട്ടെ. നമ്മൾ അവരെ ശല്യം ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ വഴിക്ക് വന്നിട്ട് കല്യാണം കഴിക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മൾ കല്യാണം കഴിക്കുന്നതിന് അതിന്റെ നിയമവശമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ രണ്ടുപേര് വന്ന് ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് നമുക്ക് ഈ രജിസ്റ്റർ ഓഫീസിന്റെ പുറകിലല്ല ബോർഡിൽ കെട്ടിത്തൂക്കും. ഞങ്ങളെയോ? നിങ്ങളല്ല, നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു നോട്ടീസ് പുറത്ത് കെട്ടിത്തൂക്കും. നമ്മളല്ല നോട്ടീസ്. എന്നിട്ട് ഈ 2 ആഴ്ച ആർക്കും പരാതിയും മറ്റുള്ള കുറ്റബോധം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് പറയും. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ നിയമപരമായിട്ടുള്ള കല്യാണം കഴിയും. എന്റെ പൊന്ന് സാറേ, അങ്ങനെയൊന്നും പറ്റില്ലെന്ന്. ഞാനിവിടെ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്നതാ. ഇവരുടെ ഫാമിലി മൊത്തം ഉണ്ടല്ലോ, മൊത്തം കൗണ്ടറാ, കൗണ്ടർ. അപ്പൊ ചിരിച്ചിരിച്ച് ചാവുകളുടെ ഈ സമയത്ത് ഒരു ഉണക്ക കോമഡിയും കൊണ്ട് വരട്ടോ. അതൊക്കെ പോട്ടെ, കൗണ്ടർമാരെ പോട്ടെ. ഒരു മുറൈമാമനുണ്ട്. എന്റെ ദൈവമേ, മാമൻ വന്നില്ലടി. ഞാൻ പറയട്ടെ, ഒരു മുറൈമാമനുണ്ട്. ഇവളെ കെട്ടിയേ അടങ്ങൂന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുക. അവനെങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്റെ കഴുത്തിന് മേളിൽ തലയുണ്ടാവില്ല. അതിക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് സാറിന് കല്യാണം നടത്തി തരാം. ഇത് എന്തൊരു കഷ്ടമെന്ന് പറയാം. നമുക്ക് അങ്ങനെ പെട്ടെന്ന് നടത്താനും പറ്റില്ല. എങ്ങനെയാണ് നടത്തി തന്നെ സാറേ? ഞാൻ ആഗ്രഹിച്ചു പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. കല്യാണം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇന്ന് സമയം കളയാതെ വല്ല ചോറ്റാരിക്കര അമ്പലത്തിലോ വല്ല ഗുരുവായൂർ അമ്പലത്തിലോ ഒക്കെ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കൂ. അവിടെ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ കല്യാണം നടത്തി തരും. ഇപ്പം എന്റെ കാണപ്പെട്ട ദൈവമാണ് സാറ്. സാറാണ് ഞാൻ ദൈവം. സാർ എങ്ങനെയെങ്കിലും ഇതെന്താണ് ഉഗാണ്ടയിലെ പതാകെ? ഉഗാണ്ടയിലെ പതാകയല്ലേ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഇതെന്തോ കാണിച്ചു വെച്ചാൽ പിടിച്ചു റൂമില്ലാത്ത ഓരോ വകുപ്പ് കൊണ്ടുവച്ചു. എന്തോ കാണിച്ചു വെച്ചാൽ ഇത് ഫോട്ടോഗ്രാഫി എന്തോ കാണിച്ചു വെച്ചാൽ. അല്ല, ഞാൻ 2 ആണിയെങ്കിലും അടിച്ചു വെക്കാൻ പറയാം. തൊട്ടപ്പോഴത്തേക്ക് ഇവളിറങ്ങി പോകുന്ന സാധനം ഇറങ്ങി പോകുന്നുള്ളതാണ്. ഇത് ആരും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് എന്നെ പാമ്പ് കൊത്തണ്ണി ഒന്നും മിണ്ടാതിരിക്കാമോ? ഇനി വന്നില്ല എന്ന്. ആ മുറൈമാമൻ എന്ന് പറഞ്ഞ വന്നാണ്ടല്ലോ, അവൻ വെട്ടുപോത്താ വെട്ടുപോത്ത്. മുറൈമാമൻ പറ്റുന്നു. മാമൻ വന്നോന്ന് പറഞ്ഞപ്പോ നിനക്ക് ഒന്നും പറയാനില്ലേ? അവ ഞങ്ങൾ എവിടെയെങ്കിലും പോയി നോളിക്കട്ടെ. ഇവിടെ സംഘർഷം സൃഷ്ടിക്കണ്ട. പോകോ അവിടെ പോയി ആ ഭാഗത്ത് കൊടുക്കും. വിട്ടോ പോക്കോ. അല്ല, ഇത് ഏതോ ഡൈ കച്ചവടക്കാരാണെന്ന് തോന്നുന്നു. ഇത് യാറെന്ന് നിனைச்சடா? ராஜாதி ராஜா, நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். വില്ലാളി വീരനോട് കീച്ച് വേട്ടാ വളിയെ അല്ലല്ല, വീരവാണ്ടി കട്ട ബൊമ്മേണ്ടാ. ആവണ്ടാ. ആരാണിത്? എടാ ഏതോ കട്ട ചമക്കാൻ വന്ന ടീമാണ്. വഴിതെറ്റി വന്നാന്ന് തോന്നുന്നു. നിനക്കെന്നെ തെരിയലയാ? മനസ്സിലായില്ല? ഇല്ല. നീ ആര്? ഞാൻ രജിസ്ട്രാർ. രജിസ്ട്രാറാ? നീ രജിസ്ട്രാർ ആണെങ്കിൽ ഞാൻ രജിസ്റ്റർ 9 എന്നാ ഒരു ഗലാട്ട? കേരളാവിൽ 9 എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം തന്നെ. ആമാ. അപ്പൊ ഞാൻ രജിസ്റ്റർ 8 എന്റെ പുഷ്പം എങ്കടാ? എടാ ഇയാടെ പുഷ്പം ഇയാടെ തോട്ടത്തിൽ കാണൂടെ, അതിനെന്തിനാ എന്നോട് ചൂടാകുന്നു? മാമണ്ടാ. ഇനി അതിന്റെ കൂടെ ഒരു കുറവുകൂടെ ഉള്ളായിരുന്നു. മാമാടാ. நான் யாருன்னு தெரியுமாடா? இல்லன்னு. நான் புஷ்பவல்லிக்கு மாமன்டா. எங்கட புஷ்பவல்லி எங்கடா? ஏன் புஷ்பவல்லி எங்கடா? சொல். காதல் ரோஜாவே எங்கே நீ எங்கே நீர் விழுவதடி கண்ணே. எல்லாரும் நல்லா அப்ளாஸ் பண்ணுங்க. காதல் ரோஜாவே எங்கே. ஐயா என்னாச்சு? ஐயா മാറ്ററിന്ന് വന്ന് പുഷ്പത്തിന്റെ കാര്യം சொல்லு. പുഷ്പവല്ലി എങ്ങടാ? എടാ സുഹൃത്ത്, നമ്മളെ കണ്ടില്ലെന്ന് നമ്മളോട് വെറുതെ ഈ ആവശ്യം നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവന് എന്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ കഴുത്ത് വെട്ടി അവന്റെ രക്തം കൊണ്ട് ഞാൻ കുളിക്കും. ആ രക്തത്തിൽ ഞാൻ ആർമാദിക്കും. എന്നെ ആശീർവാദം பண்ணுங்க. എന്നാച്ചിന്? ஐயா
ഞാൻ പോയി അവനെ കഴുത്തെടുത്തിട്ട് വരാം. ഇതാ പാറ്, ഇതാ ബ്ലഡ്. കണ്ടാൽ എനിക്ക് തല ചുറ്റും നിനക്കറിയില്ല. അറിയാം. ഒരു കാര്യം ചെയ്യ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ നിങ്ങൾ ഒരു കാര്യം ആക്കാസിലെ പുനർവസി. അതാ നല്ല ക്ഷീണമുണ്ട്. കണ്ടാൽ തല ചുറ്റും അറിയാവുന്ന കേസാണ്. അവിടെ നിന്ന് ഉറങ്ങിക്കോ. ഇത്തിരി നേരം മയങ്ങും. ആരാരോ ആരിരരോ അമ്പുലിക്ക നേരി വരോ. ഹലോ, പൊക്കോ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. കല്യാണം കഴിക്കണം, എനിക്ക് മുട്ടി നിൽക്കുക. കല്യാണം നടക്കത്തില്ല. പുഷ്പം ഇങ്ങ മാറി നിക്കടാ, ഇങ്ങോട്ട് മാറി നിക്കടാ. തിരുട്ട് നായേ, എന്തോ എന്റെ പുഷ്പവല്ലിയെ നീ അടിച്ചു മാറ്റിക്കൊണ്ട് ഇവനെ ഇന്ന് ഞാൻ കൊന്നിടുവേ. ഇവന്റെ കഴുത്ത് വെട്ടി ആ സോറിയിൽ ഞാൻ കുളിച്ചിടുവേ. അയ്യോ കുളിക്കരുത്, എനിക്ക് ഷുഗറിന്റെ അസുഖങ്ങളാണ്. മേത്ത് ഉറുമ്പ് കടിക്കും. ഉറുപ്പ് കടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഉറുപ്പ് പൊടി വെച്ച് കുളിച്ചോളാം. വെട്ടുപടാ, ഇവന്റെ കഴുത്ത് വെട്ടി ആ സോറിയിൽ ഞാൻ ഇന്ന് കുളിക്കും. ആ ചോരയിൽ ഇരിക്കും കുളിക്കണം. അയ്യോ കുളിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അര ബക്കറ്റ് ചോര എന്റെ കയ്യിലുണ്ടാവുള്ളൂ. ഈ തിരുട്ട് പയൽ இந்த ഭൂമിയിലെ ഇരിക്കക്കൂടാതെ വെട്ടയ്യ. അവൻ ഇരിക്കക്കൂടാതെ. അങ്ങനെയെങ്കിൽ ഇവന്റെ സന്ധ്യ അങ്ങ് വെട്ടിയാലോ? അയ്യോ വെട്ടരുത്, വെട്ടു. ഞാൻ ജീൻസിനും ഷേപ്പിലാണ്ടായി പോകും. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. ഞാൻ വെട്ടുപടാ, ഞാൻ വെട്ടരുത്. പുഷ്പവല്ലി ഇങ്ങ വാங்க, இங்க வாங்க. வரமாட்டேன். இந்த திருட்டு மூஞ்சி மலையாளத்துக்கார் பத்திச்சிடுவேன். ஆனா நான் உங்க காதலிக்கிறேன் மாமா. ஆமா, மாமா என்ன விட்டுடு. இன்னைக்கு எனக்கும் புஷ்പവല്ലിക്കും തീരുമാനം. തീരുമാനമെങ്കിൽ ഇവിടെ അല്ല, പിന്നെ ബെസ്റ്റ് കോട്ടക്കലാണ് തീരുമാനം. തീരുമാനം എന്റെ മുന്നേ അതല്ല തിരുമണം, കല്യാണം കല്യാണം എന്നാണ് പറഞ്ഞത്. കല്യാണം ഒന്നും ഇവിടെ നടക്കത്തില്ല. നിങ്ങൾ ചുമ്മാ പോണേ ഇറങ്ങി. പുഷ്പവല്ലി നീ വാங்க പുഷ്പവല്ലി. இல்ல மாமா நான் வரமாட்டேன். നീ ഏൻ കൂടെ വന്നില്ലെങ്കിൽ നാം വിഷം അടിച്ചിടുവേൻ. வேண்டாம் மாமா. டாய் அந்த கொடும் விஷத்தை கொட்றா. நீங்க விஷம் குடிக்க வேண்டாம். இங்க இருந்து வாங்கிய விஷம் இது எல்லப்போ மாயம் காணும். நான் ஃபர்ஸ்ட்லயே டேஸ்ட் பண்ணிட்டேன். அப்படியா? அப்படித்தானே. விஷம் என் கையில இருக்கு. நான் சாப்பிட்டதுக்கு அப்புறம் நீங்க சாப்பிடு. എടാ ചുമ്മാ நீ டெஸ்ட் பண்ணிட்டு ரொம்ப டேஸ்டா இருக்கு. கேரளாவுல விஷம் அത്രக்கு ரொம்ப பிரமாதமா. சூப்பரா இருக்கு. நீங்க கொடுங்க தம்பி. நான் இந்த உயிரே கலந்துட்டேன். இது இங்க தரு தம்பி. நான் இந்த உயிரே கலந்துட்டேன். ஆமா. ஐயோ என்னத்தில்ல. மொத்தம் நான் குடிச்சு நல்ல டேஸ்டா. நான் மொத்தம் குடிச்சு நல்ல டேஸ்டா இருக்கு. நல்ல டேஸ்டா. மகாபாவி நான் இந்த விஷம் அடிச்சு சாகாനും സമ്മതിക്കത്തില്ലയോടാ. ഞാൻ ഇനി അങ്ങനെ വിഷം എടുത്ത് കുടിക്കൂടാ. இது பக்கத்துல கடையில இருந்து நான் வாங்கியது. എങ്ങനെ? இங்க பக்கத்துல கடையில இருந்து. സാർ நீங்க இங்க வாங்க. ഒരു കാര്യം ഞാൻ சொல்லட்டுமா? സാർ ഒരു 10 മിനിറ്റ് സമയം തരണം. എന്തിന്? ഞാൻ ഈ വിഷം മേടിച്ചോണ്ട് ഒറ്റ ഓട്ടത്തിൽ തിരിച്ചു വരാം. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഇവളുടെ മുമ്പിൽ വെച്ച് ഞാൻ ചത്ത് കാണും. தலை வலிக்குது ஐயா. கண்ணில இருட்டு ஏறறான் போல. ചാവുന്നതിന് മുമ്പ് കട എവിടാന്ന് പറഞ്ഞു തരാം. அங்க ஐயா. ഏത് കടയിൽ നിന്നാണ് നീ വാങ്ങിച്ചത്? അവര് പോയി. സാറേ എങ്ങനെയെങ്കിലും ഈ തക്കത്തിന് എനിക്ക് കല്യാണം നടത്തി തന്നെ. ഇത് നിങ്ങൾ ഇത്ര ഈ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കല്യാണം നടത്തി തരാം. നിന്റെ ID കാർഡ് നിങ്ങൾ രണ്ടുപേരും ID കാർഡ് പെട്ടെന്ന് മറ്റേ ഓക്കെ ഇപ്പൊ തന്നെ നടത്തി തരും. ഹലോ സാറേ, ഞാൻ രജിസ്ട്രാർ സോമ്പിള്ളായിരുന്നേ. ഒന്ന് രജിസ്റ്റർ ഓഫീസ് വരെ വരാൻ പറ്റുമായിരിക്കും? എന്തിനാണ്? അടുത്തുണ്ടോ? പെട്ടെന്ന് കല്യാണത്തിന് ആളെ പെട്ടെന്ന് സാറേ. കാര്യമുണ്ട് പെട്ടെന്ന് സാർ. ഓക്കെ സാർ. ഇപ്പൊ വരും ആള് വരും. അല്ല രജിസ്ട്രാർ സാറുണ്ടല്ലോ, സാധനം നടത്താൻ പാടില്ലേ? അല്ല രജിസ്ട്രാറല്ലേ ഇപ്പൊ വരുന്നത്, പോലീസുകാരാണ് വരുന്നത്. അയ്യോ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിന് പോലീസുകാരെന്തിനാ? പ്രായപൂർത്തിയാത്തൊരു പെങ്കൊച്ചിനെ തമിഴ്നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്ന് കല്യാണം കഴിക്കാൻ ശ്രമിച്ചതിന് നിന്റെ പേര് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആ പോലീസുകാർ വരുന്നത്. എടാ പോലീസുകാർ ഇങ്ങോട്ട് വരട്ടാ. ഇടിച്ചാവന്മാർ നിന്നെ ഇന്ന് ഊപ്പാട് വരുത്തിയില്ല, നിന്നെ ഇന്ന് കൊന്നില്ല. നോക്കൂ. കൊല്ലോ? അമ്മാച്ചന്മാരെ 2 ലിറ്റർ വിഷം കൂടുതൽ മേടിച്ചോ, ഞാനും വരുവാ. மாமா நீ எங்க போற? പോലീസിന്റെ ഇടി കൊണ്ട് ചാവണേക്ക് മുമ്പ് വിഷം തിന്ന് ചാവാൻ പോവാടി. മാമാ നീ എന്താ താമസിച്ചത്? എത്ര സമയമായി അനൗൺസ് ചെയ്തിട്ട്? പൊന്നു സുരായിട്ട് ഞാൻ ഇതിൽ കയറിയിട്ട് ഒരു ബംഗാളിനെ കൊണ്ട് വലിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ വന്നേ.
അല്ലാതെ നിങ്ങളെ പോലെ ബെൻസ് കാറിലൊന്നല്ല ഞാൻ എന്തോ ഇവിടുത്തെ മെയിൻ ഞാനാണ്. ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി, മനസ്സിലായില്ലേ? എന്നോട് ആദ്യം പറ, എന്താണ് നിന്റെ പരിപാടിയെല്ലാം ഞാൻ ക്ലിയർ ചെയ്യാം. എന്താണ് സുരാജിനെ പറ്റി പണിയല്ലേ? നീ അത് ഇങ്ങോട്ട് പറയണ്ട, ആദ്യം നീ എന്നോട് പറ. എന്നെ കൊണ്ട് പറ്റൂല്ലോ എന്നുള്ള എന്നെ പറ്റാത്ത അങ്ങോട്ട് വിട്ടാൽ മതി. ആ പറ. ഇംഗ്ലീഷ് ട്രാൻസ്പോർട്ടേഷൻ. ഇംഗ്ലീഷ് മറ്റേ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ അതെ ഞാൻ പറഞ്ഞല്ലേ. ചേച്ചി വേറൊന്നല്ലേ ചേച്ചി, എനിക്ക് ഇംഗ്ലീഷ് ഞാൻ ഭയങ്കര വീക്കാണ്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിട്ട് ചേച്ചി ഇംഗ്ലീഷിലുള്ള പദങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ അതിന്റെ അർത്ഥം ഞാൻ മലയാളത്തിൽ പറയും. ഞാൻ തോൽവിയാണല്ലോ ഇംഗ്ലീഷില്. പിന്നെ സ്കൂളിൽ അവതരിപ്പിക്കണ്ടേ? അപ്പൊ ഞാൻ 1-2 സെന്റൻസ് പറയണം. ഞാനത് മലയാളത്തിലാക്കും. ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. മൈ ഫാദർ ഈസ് 60 years old. എന്റെ അച്ഛന് 60 കൊല്ലത്തെ പഴക്കമുണ്ട്. എന്റെ അച്ഛന് 60 വയസ്സായി എന്നാണ്. 60 വയസ്സുണ്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അടുത്ത് ചോദിച്ചു. ഇത് ലാസ്റ്റ് വൺ ആണ്. ഞാൻ ശരിയാക്കും. എന്താ ശരിയാക്കാം? ഓക്കെ, ഇത് ചെറിയ സെന്റൻസ് ആണ്. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് നോ മോർ. എന്റെ മുത്തച്ഛന് മോരില്ല. പോയിന്നാണ്, മോരില്ലെന്നല്ല. ആ പശുവിന്റെ അകത്തും മോരിലെ പുളിയില്ല. ഞാനത് പറഞ്ഞു. ടോർച്ച് ഇവർക്ക് വേണ്ടിട്ടാണ്. അതല്ലേ, ഇത് ലെൻസാണ്. ഇങ്ങനെ മറ്റേ എന്റെ ലെൻസറാണ്. ഇങ്ങനെ അടിച്ച അവൻ ആദ്യം പറഞ്ഞത് ഇംഗ്ലീഷിൽ വീക്കാണെന്ന് പ്രശ്നമില്ല. നമ്മുടെ ഈ ഗെയിമിന്റെ പേരാണ് കണ്ടു കണ്ടു കണ്ടില്ല. ഓക്കെ, പക്ഷെ ഇത് കാണാനും കണ്ടുപിടിക്കാനും വേണ്ടി നമുക്ക് ഒരാളെയും കൂടെ വേണം. അപ്പൊ തീർച്ചയായിട്ടും ചേച്ചി പ്ലീസ് ജോയിൻ. അപ്പൊ നമുക്കൊരു ടീം സെറ്റ് ചെയ്യാം. 2 പേരുള്ള ടീമാണ്, 2 ടീമുകളായിരിക്കും. അപ്പം തീർച്ചയായിട്ടും സുരാജേട്ടനും കൂടെ ജോയിൻ ചെയ്താലാണ് നമുക്ക് ടീമിന്റെ സ്ട്രെങ്ത്. അപ്പൊ ലെൻചേച്ചി ആൻഡ് സുരാജേട്ടൻ ആൻഡ് അനാർക്കലി ആൻഡ് സിത്താര. ഓക്കെ, 2 പേർക്ക് ഓരോ ലൈറ്റ് കൊടുക്കും. 2 ടീമിന് ഓരോ ലൈറ്റ് കൊടുക്കും. നമ്മുടെ ഓഡിയൻസിനെ നമ്മള് 2 ടീമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിലെ ഓഡിയൻസ് ഒന്ന് കൈവക്കും. ഇപ്പുറത്ത്. യെസ്, സുരാജേട്ടാ, നിങ്ങളുടെ ടീമിലുള്ള ഓഡിയൻസ് ആണ് ഇപ്പൊ കൈവക്കിയത്. ആൻഡ് ഇപ്പുറത്തെ സൈഡിലുള്ളവര് ഇനിയിപ്പോ കൈവക്കില്ലേലും കുഴപ്പമില്ല, അവർ ഫുള്ള് നിങ്ങൾക്കുള്ളതാണ്. കൈവക്കാത്തവർ നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൂവി പോസ്റ്റേഴ്സിന്റെ 2 രൂപങ്ങൾ ഇവിടെ കാണിക്കും. അതിനകത്തുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാന്നുള്ളതാണ്. അതിനകത്തൊരു 4 ഡിഫറൻസ് ഉണ്ടാവും രണ്ടും തമ്മിൽ. അപ്പൊ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ അതിന് 5 പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കാം, നിങ്ങളുടെ ഓഡിയൻസിനോട് ചോദിക്കാം. അപ്പൊ അവർ പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് വെച്ച് അഡീഷണൽ കിട്ടും. അതാണ് നമ്മുടെ ഗെയിം. സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് നമ്മുടെ വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള എൻട്രി പാസസ്, അതുപോലെ ഈസ്റ്റ് തരുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇതാണ് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത്. നമ്മൾ ചുമ്മാതെന്നുള്ള ഗെയിമൊന്നുമല്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ആദ്യത്തെ പോസ്റ്റർ വരാണ്. ഇതിനകത്ത് 4 ഡിഫറൻസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളാണ് സുരാജേട്ടൻ ചേച്ചി. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് വരത്തൻ, ഇത് ഒരു വ്യത്യാസം. 5 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. സൂരജെ കൂട്ടണം കേട്ടോ. ഈ പെണ്ണ് അവിടെ ഇല്ല. ആ കാറിന്റെ ഡോറിന്റെ അവിടെ, യെല്ലോ കാറിന്റെ ഡോറിന്റെ അവിടെ നിൽക്കുന്ന പെണ്ണ് ഇപ്പുറത്തില്ല. ഒരു പെണ്ണ് മിസ്സിംഗ് ആണ്. ഓക്കെ, ഇതില് വാച്ച് ഇല്ല, ഇതിൽ വാച്ച് ഉണ്ട്. ഞാൻ പെൺകുട്ടികളെ ശരിക്കും ഇനി ഇവിടത്തെ ബാക്കില് ഈ ടയർ അപ്പുറത്ത് ഓറഞ്ച് വണ്ടിയിലില്ല. ഈ ഓറഞ്ച് വണ്ടിക്ക് ആ ടയർ ഇല്ല. സ്റ്റെപ്നി കഴിഞ്ഞല്ലോ, വേണ്ടി വന്നില്ല. സോറി, നെക്സ്റ്റ് ടൈം. കഴിഞ്ഞു. അല്ല, ഇതൊന്നും കണ്ടില്ല. അടുത്തത് ഇല്ലെങ്കിൽ തരാൻ പറയും. നമുക്ക് അടുത്തത് നോക്കാം. 4 ഡിഫറൻസ് കണ്ടുപിടിക്കുക.
അവിടെ ചെരുപ്പ് എവിടെ അടിച്ചു കാണിക്ക അതില് കൈ തന്നേക്കുന്നു. അതിലാണ് ഇത് തന്നേക്കുന്നത്. എവിടെ ചെരുപ്പുണ്ട്? ഇവിടെ ചെരുപ്പുണ്ട് പക്ഷെ ഇവിടെ ചെരുപ്പില്ല. ആ ഒന്ന് ഓഡിയൻസിനൊക്കെ പറയാം കേട്ടോ. ഇവിടെ പള്ളി എന്തോ സാധനം അതിവിടെ ഇല്ല. പിന്നെ ഇവിടെ ഹോൺ ഉണ്ട്, ഇവിടെ ഹോണില്ല. പിന്നെ ദേ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളില്ല. നിങ്ങളെക്കാൾ ഇവരെക്കാൾ ഫാസ്റ്റ് അല്ല. ഹലോ ഇനിയുണ്ട്, ഇനിയുണ്ട്. 1.5 മണിക്കൂർ നോക്കി എടുത്ത് വെച്ചിട്ട്. ഓക്കെ നെക്സ്റ്റ്. അപ്പൊ വീണ്ടും സുരാജ് ചേട്ടാ നിങ്ങളുടെ ചാൻസ് ആണ്. ഓവർ കോൺഫിഡൻസ് വേണ്ട കേട്ടോ. അയ്യോ ആദ്യത്തത് തന്നെ പറയാം. ഇത് പ്രേമം, ഇത് പ്രേമ. ഇനി പെട്ടെന്ന് നോക്കി കേട്ടോ. ആൾക്കാരുടെ എണ്ണം നോക്കിക്കോളൂ. ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോ. അൻവർ അവിടെ താഴെ ഇവിടെ മുകളിലാണ്. ഈ അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ് അവിടെ കണ്ടോ? അൻവർ താഴെ നിൽക്കുന്ന റഷീദിനേക്കാളും. ആ കറക്റ്റ്. എന്തുവാടി ഇത്? എല്ലാ വേട്ടവളിയന്മാരും ഉണ്ടല്ലോ. എന്താ വ്യത്യാസം? ഓഡിയൻസിനോട് വേണമെങ്കിൽ ഹെൽപ്പ് ചോദിക്കാം. ശരി ഓഡിയൻസ്, നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? അടുത്തുണ്ട് കയ്യില്. ആണോ? ഒരു പോയിന്റ് ഉള്ളൂ, ഒരു point. ശരി ഓക്കെ ഓക്കെ വിട്ടേക്ക്. ഇനി ഉറക്ക പറയണ്ട, കണ്ണോണ്ട് കാണിച്ചാ മതി. ഒരു പോയിന്റ് ഓഡിയൻസിന് എടുത്തു. അപ്പൊ നിങ്ങൾക്ക് 6 പോയിന്റ്. ഒന്നും കൂടെ ഉള്ളു ഇനി. ഇവന് ഗ്ലാസ് ഉണ്ട്, ഇവന് ഗ്ലാസ് ഇല്ല. അയ്യോ അത് ആരും ശ്രദ്ധിച്ചു കേട്ടോ. യെസ് 4 പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എത്രയാണ് 16 പോയിന്റ്സ് ആണ്. 15+ ഓഡിയൻസ് തന്ന ഒരു പോയിന്റ് ആണുള്ളത്. അപ്പൊ ഇനി ഇവർക്ക് ഒരു ചാൻസ് കൂടി ഉണ്ട്. അതുകൂടെ കഴിയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് അവസ്ഥ. Ready? Your time start now. ഇവിടെ ടൈ ഉണ്ട്, ടൈ ഇല്ല, ഇവിടെ ടൈ ഉണ്ട്. Okay. അവിടെ കണ്ണട ഇല്ല, ഇവിടെ കണ്ണട ഉണ്ട്. ഏതിലെ? ഇവിടെ കണ്ണട ഉണ്ട്. ആ ഓക്കെ ഓക്കെ. എന്റെ അമ്മേ, ഒരു ശ്രദ്ധ തെറ്റിക്കണം. ഇല്ല കിട്ടി. ഇവിടെ ലൈൻ ഉണ്ട് പക്ഷെ ഇവിടെ ലൈൻ ഇല്ല. ഏത് ലൈൻ? ദേ ഈ ലൈൻ കമ്പി ആ ഇല്ല ഇല്ല ശരി അതാ. യെസ് യെസ് യെസ്. ശരി അടുത്ത ഞാൻ കണ്ടുപിടിച്ചു. ദേ ഇവിടെ ബൈക്ക് ഉണ്ട് പക്ഷെ ഇവിടെ ബൈക്ക് ഇല്ല. ഓഡിയൻസിനും കൂടെ കൊടുക്ക്. ഇല്ല, നാലെണ്ണമായില്ലേ? സോ വണ്ടർല അമ്യൂസ്മെന്റ് പാർക്സിലേക്കുള്ള ഒരു കോംപ്ലിമെന്ററി പാസ്. ഈസ്റ്റീഡ് ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തതായിട്ട് നമ്മൾ സ്റ്റാർ ഓൺലൈൻ എന്ന നമ്മുടെ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഇന്ന് ഇവിടെ സ്റ്റാർ ആയിട്ട് എത്താൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഒന്നടങ്കം സുപരിചിതമായ ഒരു ശബ്ദത്തിന്റെ ഉടമയാണ്. അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ കേരള ഈ ഒരൊറ്റ ശബ്ദത്തിലാണ് പോകുന്നത്. നാളെ നടക്കുന്ന കേരള ബമ്പർ ലോട്ടറി ഭാഗ്യക്കുറി നാളെയാണ്. ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊന്നുമല്ല, അതിന്റെ ഒറിജിനൽ ശബ്ദത്തിന്റെ ഉടമ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം കോമഡി നെക്സ്റ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുനമ്പത്ത് നൗഷാദ്. എത്ര വർഷമായി ഏട്ടാ ഈ ഫീൽഡ്? ഞാനിത് 92-ലാണ് ഇത് തുടങ്ങുന്നത്. അതിന് മുമ്പൊക്കെ വേറെ ഇത് അതിനു മുമ്പ് ലൈവായിട്ട് പറയുന്ന ഒരു സെറ്റപ്പായിരുന്നു. അത് ചില കാറിന്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് വരൂ ഒരു ടിക്കറ്റ് എടുക്കൂ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. മെയിൻ വരുമാന മാർഗവും ഇതാണ്. അതെ അതെ. ഇനി എല്ലാവർക്കും ആ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുണ്ടല്ലേ ഇദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടാലോ? കേരള സർക്കാർ അണിയിച്ചൊരുക്കുന്ന ശനിയാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നറുക്കെടുക്കുന്ന ഭാഗ്യക്കുറികളുടെ വിൽപ്പന ഇവിടെ വിജയകരമായി തുടരുകയാണ്. 40 രൂപയ്ക്ക് 80 ലക്ഷം രൂപ ഒന്നാം സമ്മാനം നൽകുന്ന കേരളത്തിന്റെ കാരുണ്യ ഭാഗ്യക്കുറികളുടെ ടിക്കറ്റുകൾ മാത്രമായി ടിക്കറ്റുകൾ പരിമിതങ്ങളായ ഭാഗ്യക്കുറികൾ 10 ലക്ഷം രൂപ വീണ്ടും ഒരാൾക്ക് നൽകുന്ന 2ാം സമ്മാനവും 1 ലക്ഷം രൂപ വീതം 10 പേർക്ക് നൽകുന്ന 10 ലക്ഷം രൂപയുടെ 3ാം സമ്മാനവും 5000 രൂപ വീതം 12,600 പേർക്ക് 6 കോടി 30 ലക്ഷം രൂപയുടെ 4ാം സമ്മാനവും 7,200 പേർക്ക് 1 കോടി 44 ലക്ഷം രൂപ 2000 രൂപ വീതമായി നൽകുന്ന 5ാം സമ്മാനവും 3 കോടി 42 ലക്ഷം രൂപ 1000 രൂപ വീതമായി 34,200 പേർക്ക് നൽകുന്ന 6ാം സമ്മാനവും 67,500 പേർക്ക് 3 കോടി 37 ലക്ഷം രൂപ 500 രൂപ വീതമായി നൽകുന്ന 7ാം സമ്മാനവും 99 ലക്ഷം രൂപ 99,000 പേർക്ക് 100 രൂപ വീതമായി നൽകുന്ന 8ാം സമ്മാനവും ഉൾപ്പെടെ
16,53,22,500 രൂപ 22,521 വിതരണം ചെയ്തുകൊണ്ട് ശനിയാഴ്ച ദിവസമായ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നറുക്കെടുക്കുന്ന കേരളത്തിന്റെ കാരുണ്യ ഭാഗ്യക്കുറികളോട് ഈ കാണുന്ന ടിക്കറ്റുകൾ നാമമാത്രമായ ടിക്കറ്റുകൾ പരിമിതങ്ങളായ ഭാഗ്യക്കുറികൾ വേഗമാകട്ടെ മണിക്കൂറുകൾ മിനിറ്റുകൾ സെക്കൻഡുകളായി കുഞ്ഞുകൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾ കൂടുതൽ ടിക്കറ്റ് വിൽപ്പന പരിപൂർണമായും സമാപിച്ചേക്കാം. ശനിയാഴ്ച ദിവസമായ നാളെ നിങ്ങളിലെ എല്ലാ ശനിദശകളെയും പാടയകറ്റി ഐശ്വര്യ സമ്പൂർണ്ണമായും ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന കേരളത്തിന്റെ കാരുണ്യ ഭാഗ്യക്കുറികൾ. ഈ ശൈലിയിലൂടെ ഒരു കല്യാണ ക്ഷണക്കത്ത് ഇതേ വോയിസിൽ ഒന്ന് പറയാൻ പറ്റുമോ? നാളെ കല്യാണം നടക്കുകയാണ്, 12 ഓഡിറ്റോറിയം എല്ലാം കൂടെ പറയാം, പക്ഷേ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ മകൾ നസീല വിവാഹിതയാകുകയാണ്. കരുനാഗപ്പള്ളി പടനാരകുളക്കൽ വടക്കുംതല പൂവണ്ണയ്ക്കൽ വീട്ടിൽ അനീസാണ് വരൻ. തീയതി 2018 ജനുവരി 19 ഞായറാഴ്ച. വിവാഹ സ്ഥലം വധുഗ്രഹം. പ്രസ്തുത മംഗളകർമ്മത്തിൽ താങ്കളുടെയും താങ്കളുടെ കുടുംബത്തിലെയും മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം നൗഷാദ് ഇവിടെ വരുവാനും നൈറ്റ്സിന്റെ വേദിയിൽ എത്തിയതിലും. എന്തായാലും ഓഡിയൻസിന്റെ മുമ്പിൽ ഈ ശബ്ദത്തിലൂടെ കേട്ടിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര കൗതുകമാണ്. കാരണം ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന വേറൊരു രൂപമായിരിക്കും, നമ്മൾ സങ്കല്പിക്കുന്ന ഒരാളെ അല്ല നേരിട്ട് കാണുമ്പോൾ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും നേരിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. സിതാരയെ പോലെ ഇത്രയും നല്ലൊരു സിംഗറിനെ കിട്ടിയിട്ട് നമ്മൾ കുറച്ച് പാട്ട് പഠിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. അതുകൊണ്ട് തന്നെ ഉയരയിൽ പാടിയ പാട്ട് റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഗോപി സുന്ദർ ഈണമിട്ട്, വിജയ് യേശുദാസും സിതാരയും ചേർന്ന് അതിൽ മറ്റ് സിംഗേഴ്സിന്റെ കാര്യം കൂടി പറഞ്ഞല്ലോ. ഒന്ന് ശക്തിശ്രീ ഗോപാലൻ പാടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയുണ്ട്. പിന്നെ ക്രിസ്തകല എന്ന് പറഞ്ഞിട്ട് സാരഗമപാല എന്ന കണ്ടസ്റ്റന്റ് ആണ് ക്രിസ്തകല പാടിയിട്ടുള്ള നമ്മുടെ സി കേരളം അതെടുത്ത് പറയും. അതിൽ ക്രിസ്തകലയുടെ ആദ്യത്തെ പാട്ടാണ് സിനിമയിലെ. നല്ല സിംഗറാണ്, ഭയങ്കര ഫ്യൂച്ചറുള്ള ആളാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ക്രിസ്തകല. അപ്പൊ കാണാൻ മറക്കരുത് അതിരൻ, ഉയരെ, യമണ്ടൻ പ്രേമകഥ. ഇതിലും കൂടുതൽ സന്തോഷത്തോടെ ചിരിയോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ.